അന്റാർട്ടിക്ക. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ ഒളിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സ്ഥലം. അന്റാർട്ടിക്കയിൽ കണ്ടുവരുന്ന ഐസിന്റെ പ്രായം എടുത്തു നോക്കുകയാണെങ്കിൽ അത് 1.2 മില്യൺ, അതായത് 12 ലക്ഷം വർഷങ്ങൾ വരെ പോകുന്നതാണ് സയന്റിസ്റ്റുകാർ പറയുന്നത്. ഇതിന്റെ അകത്ത് പ്രീഹിസ്റ്റോറിക് ആയിട്ടുള്ള ബാക്ടീരിയൽ സാമ്പിൾസിന് അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് പുനർജീവിപ്പിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക ഉണ്ടാക്കിയിരിക്കുന്നതിൽ 98% ഐസാണ്. ഈ ഐസിന്റെ തിക്നെസ് അവിടെ ഏകദേശം 4 കിലോമീറ്ററോളം ആഴത്തിലേക്കാണ് പോയത്. നമ്മുടെ ഭൂമിയിൽ തന്നെ ഉള്ള ഇത്ര ജിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഓരോ ദിവസവും ഓരോരോ പുതിയ ഡിസ്കവറികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോകത്തിൽ കണ്ടുവരുന്ന ശുദ്ധജലത്തിന്റെ ഭൂരിഭാഗവും അന്റാർട്ടിക്കയിലെ ഐസ് രൂപത്തിലാണ് കണ്ടുവരുന്നത്. ഇതിപ്പോ ജോഗ്രഫി ക്ലാസ് എന്നല്ല നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്റാർട്ടിക്ക എന്ന് പറയുന്നത് വളരെ ദുരൂഹത നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ്. നിങ്ങൾ ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ എർത്ത് എടുത്തിട്ട് അന്റാർട്ടിക്ക ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഭൂരിഭാഗം പിക്സലേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, അതായത് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇതിനെപ്പറ്റി ഞാൻ ഇതിനു മുമ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കയറി കാണാം. ഇത്രയും പിക്സലേറ്റഡ് ആയിട്ടുള്ള വിഷ്വൽസ് ആണെങ്കിൽ പോലും അന്റാർട്ടിക്കയിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ വളരെ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ ഞാൻ എന്താ ഈ പറയണ കോൺസ്പിറസി തിയറി കൊണ്ട് നിറഞ്ഞല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഒന്നാമത് കോൺസ്പിറസി തിയറീസ് പറഞ്ഞ് എനിക്ക് സമയം കളയാൻ വയ്യ, കാരണം ഞാൻ സയൻസിന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പുറയിൽ വളരെ സോൾഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഉണ്ടാവും. അതിനെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. ഇതിപ്പോ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേരുടെ കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്. ഇതിപ്പോ ഒരു സയൻസ് ചാനൽ ആയിരുന്നുണ്ടോ, ഇവിടെ സയൻസ് എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര് കമന്റ്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ലോകത്തിൽ നടക്കുന്ന സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിനെല്ലാം ബാക്ക് ചെയ്യുന്ന സയന്റിഫിക് എവിഡൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അതവിടെ ഇക്കട്ടെ, നമുക്ക് ഈ വീഡിയോയിലേക്ക് വരാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അന്റാർട്ടിക്കയിൽ ഇതേപോലെ ഒരുപാട് പിരമിഡിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതായത് 4 കോർണറുകളുള്ള ഒരു പിരമിഡിക്കൽ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഒരു നാച്ചുറൽ ഫോർമേഷൻ ആണെങ്കിൽ, അതായത് ഒരു മല പോലത്തെ ഒരു സംഭവം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പിരമിഡിന് ട്രൂ നോർത്ത് ആയിട്ട് അലൈൻഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്? അതായത് ഗിസയിലത്തെ ഗ്രേറ്റ് പിരമിഡ് പോലെ ഇതിന്റെ എല്ലാ സൈഡും കാർഡിനൽ പോയിന്റ്സ് ആയിട്ട് കറക്റ്റ് ആയിട്ട് അലൈൻഡ് ആണ്. അതൊക്കെ ഒക്കെ ഇത്തരത്തിലുള്ള മലകളൊക്കെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ മനസ്സിലേക്ക് ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്താ വെച്ചാൽ ഈ ഒരു സ്ട്രക്ചറിന്റെ എല്ലാ സൈഡും പെർഫെക്റ്റ്ലി 2 കിലോമീറ്റേഴ്സ് ആണ്. ഒന്ന് അങ്ങോട്ട് പോയിട്ടില്ല, ഒന്ന് ഇങ്ങോട്ട് പോയിട്ടില്ല. 2 കിലോമീറ്റർ സ്ക്വയർ ആണ് ശരിക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് ഉത്തരം മുട്ടി കഴിഞ്ഞാൽ അതൊരു കോയിൻസിഡൻസ് ആണെന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ആർക്കിയോളജിയിൽ ഇത്തരത്തിലുള്ള റിസർച്ചേഴ്സിന്റെ അടുത്ത് ഞാൻ വളരെയധികം കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. ഗ്രേറ്റ് പിരമിഡ്സ് ട്രൂ നോർത്ത് ആയിട്ട് അലൈൻ ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു കോയിൻസിഡൻസ് ആണ്. എന്തുകൊണ്ടാണ് പിരമിഡിന്റെ ലൊക്കേഷൻ കോർഡിനേറ്റിന്റെ ആ ഒരു നമ്പറും സ്പീഡ് ഓഫ് ലൈറ്റിന്റെ നമ്പറും എക്സാക്ട്ലി സെയിം ആയത്? ഒരു അക്കം പോലും മാറിയിട്ടില്ല. എക്സാക്ട്ലി എന്തുകൊണ്ടാണ് സെയിം ആയത്? അതും ഒരു കോയിൻസിഡൻസ് ആണ്. അങ്ങനെ നമ്മുടെ ലോകത്തിൽ ഇത്തരത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കൊക്കെ ഇതൊരു കോയിൻസിഡൻസ് ആണ്, ഇതൊരു കോൺസ്പിറസി തിയറിയാണ്, നമുക്ക് തെളിവില്ല എന്നൊക്കെ പറയുന്നതിൽ ശരിക്കും എനിക്ക് യാതൊരു അർത്ഥവും കാണാൻ കഴിയുന്നില്ല. ഇതിനെല്ലാത്തിനും പിന്നിൽ എന്തോ സോൾ പേർപ്പസ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന സ്ട്രക്ചേഴ്സിന്റെ എല്ലാം പിന്നിൽ എന്തോ രഹസ്യം ഒളിച്ചിരിപ്പുണ്ട്. അത് നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ സിവിലൈസേഷൻ, ഇപ്പോഴത്തെ സയൻസിനും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാവുന്നുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ശരിക്കും എന്നെ വിഷമിപ്പിക്കുന്നത്. അപ്പോൾ 2 കിലോമീറ്റർ സ്ക്വയർ ബേസ് കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ഒരു പിരമിഡ് അത് മാൻമെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത്രയ്ക്ക് റീസെന്റ് ആയിട്ടുള്ള മാൻമെയ്ഡ് എന്നല്ല പറയുന്നത്, നമുക്കറിയാൻ പാടില്ലാത്ത ഒരു ഏൻഷ്യൻ സിവിലൈസേഷൻ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡിക്കൽ സ്ട്രക്ചർ ഇതായിട്ട് മാറും. അതിനെപ്പറ്റി ഞാൻ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് എവിഡൻസ് ഒക്കെ നിരത്തി പിടിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ശരിക്കും ഒന്ന് കേട്ടു നോക്കാം. ഒരുപാട് ആൾക്കാരുടെ റിസർച്ച് പറയുന്നത് അന്റാർട്ടിക്ക ഒരു 90 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, 90 മില്യൺ എന്ന് പറഞ്ഞാൽ നിസ്സാര വർഷമൊന്നും അല്ലാതെ നമ്മുടെ ഭൂമിയിൽ മനുഷ്യർ വന്നിട്ട് വെറും 3 ലക്ഷം വർഷങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ 90 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്ക ഒരു റെയിൻ ഫോറസ്റ്റ് ആയിരുന്നു. ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ 90 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ നമ്മുടെ ഭൂമിയിലില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ നാച്ചുറൽ സ്ട്രക്ചേഴ്സ് ആയിരിക്കും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാം. പണ്ടത്തെ മാപ്പുകൾ നോക്കിയാൽ കിട്ടും. 1818 ഒരു വേൾഡ് മാപ്പാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. യാതൊരു രീതിയിലുള്ള സാറ്റലൈറ്റിന്റെ സഹായം ഇല്ലാണ്ട് വളരെ നൊമാഡിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വേൾഡ് മാപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. നമ്മുടെ മനുഷ്യരുടെ ഒരു കഴിവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ ഈ മാപ്പിന്റെ സൗത്ത് പോളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് അന്റാർട്ടിക്ക കാണാൻ കഴിയില്ല. അതായത് ഒന്നും തന്നെ അവിടെ ഇല്ല. അതിന്റെ റീസൺ എന്താ വെച്ചാൽ 2 വർഷത്തിന് ശേഷം മാത്രമാണ് അന്റാർട്ടിക്ക എന്നുള്ള ഒരു സംഭവം നമ്മൾ മനുഷ്യർ ഡിസ്കവർ ചെയ്യുന്നത്. അതിനുശേഷം 1840 അന്റാർട്ടിക്കയുടെ ഒരു യഥാർത്ഥ മാപ്പ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഞാൻ വേറൊരു മാപ്പ് കാണിച്ചു തരാം. ഇത് 1531 ഒരു മാപ്പാണ്.
ഇതിന്റെ പേര് ഒറോണ്ടിയസ് മാപ്പ് എന്നാണ്. അപ്പോൾ ഇതിന്റെ അടിവശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അന്റാർട്ടിക്ക പോലത്തെ ഒരു സംഭവം വളരെ ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അന്റാർട്ടിക്ക എന്നുള്ള ഒരു സംഭവം മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആൾക്കാർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കുക മാത്രമല്ല, അതിന്റെ ഒരു മാപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാപ്പ് ഒന്ന് സൂക്ഷിച്ച് നോക്കാം. എസ്പെഷ്യലി അന്റാർട്ടിക്കയുടെ സൈഡ് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന അന്റാർട്ടിക്കൻ കോണ്ടിനെന്റിന്റെ ബൗണ്ടറി ഇപ്പൊ നമുക്ക് സാറ്റലൈറ്റ് ഇമേജിങ്ങിലൂടെ കിട്ടുന്ന അന്റാർട്ടിക്കയുടെ മാപ്പും കൂടി ഓവർലാപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 90-96% ഈ രണ്ട് സംഭവങ്ങളും വളരെയധികം സിമിലർ ആണ്. അപ്പോൾ ആ കാലത്ത് അന്റാർട്ടിക്ക ആരാണ് മാപ്പ് ചെയ്തത്, അതായത് ആരാണ് ഈ ഒരു മാപ്പ് ചെയ്തത്, അദ്ദേഹത്തിന്റെ പണി നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അന്റാർട്ടിക്കയുടെ സർഫസിന്റെ 98% ഐസ് ആയതുകൊണ്ടും ഐസ് എപ്പോൾ വേണമെങ്കിലും ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ആയതുകൊണ്ടും ഇതിന്റെ ബൗണ്ടറി എപ്പോഴും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. ചിലപ്പോൾ അതായിരിക്കാം ഇവിടെ ഒരു ഡിഫറൻസ് വരാൻ കാരണം. ഈ മാപ്പിലെ അന്റാർട്ടിക്കയുടെ ജിയോഗ്രഫി നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഓക്വേർഡ് ആയിട്ട് തോന്നും. അതായത് ഇവിടെ ഐസ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. മലകളുണ്ട്, കുന്നുകളുണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ ഒരു വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ശരിക്കും അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഈ ഒരു മാപ്പില്. അതിന്റെ ഒരു റീസൺ മിക്കവാറും ഇദ്ദേഹം ഈ ഒരു മാപ്പ് വരച്ചത് പഴയ ഒരു മാപ്പിന്റെ റെഫർ ചെയ്തിട്ടാണ്. പഴയ മാപ്പ് എന്ന് പറയുന്നത് ഏകദേശം 12,000-ഓളം വർഷങ്ങൾ പഴക്കമുള്ള മാപ്പാണ്. പിന്നെ ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് അന്റാർട്ടിക്ക പെർഫെക്റ്റ്ലി സൗത്ത് പോളിലല്ല ഉള്ളത്. അതായത് നമ്മൾക്ക് ഇപ്പൊ കിട്ടാവുന്ന പോലെ അന്റാർട്ടിക്ക സൗത്ത് പോളിലല്ലേ, അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അന്റാർട്ടിക്ക സൗത്ത് പോളിലല്ല, കുറച്ച് സൈഡിലേക്ക് നീങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെയധികം ഫേമസ് ആയിട്ടുള്ളതും വളരെയധികം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ, അദ്ദേഹത്തിന്റെ പേര് ചാൾസ് ഹാപ്ഗുഡ് എന്നാണ്. അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് റിസർച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അന്റാർട്ടിക്ക കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹാബിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എന്നാണ്. വർഷങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞ പോലെ 90 മില്യൺ വർഷങ്ങളൊന്നുമല്ല, ഒരു 10,000-20,000 വർഷങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്ക ഒരു ഹാബിറ്റബിൾ ആയിട്ടുള്ള സ്ഥലമാണെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ സ്റ്റഡീസിലൂടെ ഉറച്ച് വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അന്റാർട്ടിക്കയിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തതാണ്. ഒരുപാട് നാളുകൾ കൊണ്ട് ഈ സിവിലൈസേഷൻ അന്റാർട്ടിക്കയിൽ നിൽക്കുകയും ഇവോൾവ് ആവുകയും ടെക്നോളജിക്കൽ പരമായിക്കോട്ടെ പല രീതിയിലും ഈ സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തതെന്നാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് ഭൂമിയുടെ സർഫസിൽ കണ്ടുവരുന്ന ടെക്ടോണിക് പ്ലേറ്റ്സ് വളരെ ഡ്രമാറ്റിക്കലി നീങ്ങി, അതിന്റെ പൊസിഷൻ നീങ്ങി. ഇങ്ങനെ സംഭവിച്ചപ്പോൾ അന്റാർട്ടിക്കൻ കോണ്ടിനെന്റ് മൊത്തത്തിൽ ആ ഒരു പൊസിഷനിൽ നിന്ന് നേരെ ഇപ്പൊ കാണുന്ന സൗത്ത് പോളിലേക്ക് നീങ്ങി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഒരു കോണ്ടിനെന്റ് മൊത്തം, ഒരു വലിയ കോണ്ടിനെന്റ് മൊത്തം പെട്ടെന്ന് നീങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് മീൻ ഒഴുകി നീങ്ങുന്നതല്ല, ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് കാരണം നീങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങളിപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷം പോലും നമ്മുടെ ഭൂമിയുടെ സർഫസിലുള്ള ടെക്ടോണിക് പ്ലേറ്റ്സ് പയ്യെ നീങ്ങുന്നുണ്ട്. പക്ഷെ ഇതിന്റെ റേറ്റ് വളരെയധികം സ്ലോ ആയതുകൊണ്ട് നമ്മൾ ആരും നോട്ടീസ് ചെയ്യുക പോലും ഇല്ല. ഈ പേസിലുള്ള ഒരു മൂവ്മെന്റ് കാരണമാണ് അന്റാർട്ടിക്ക ഈ പറയുന്ന പൊസിഷനിൽ നിന്ന് സൗത്ത് പോളിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് സൗത്ത് പോളിനെക്കാളും തണുപ്പ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് എക്സ്ട്രീം സൗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 10-20 ലക്ഷം വർഷങ്ങൾ വേണ്ടി വരും. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്നറിയോ, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്ക ഈ ഒരു പൊസിഷനിൽ നിന്ന് സൗത്ത് പോളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റ രാത്രി എടുത്തിട്ടുള്ളൂ. അതായത് ഒരു ഒറ്റ രാത്രി കൊണ്ടാണ് ഇത്രയും വലിയ കോണ്ടിനെന്റ് പോലത്തെ ഒരു സംഭവം ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം 1500-1600 കിലോമീറ്റർ മാറി ഇപ്പോഴത്തെ ഒരു സ്ഥലത്തേക്ക് വന്ന് നിൽക്കുന്നത്. ഞാനിത് തേങ്ങണി പറയുന്നതെന്നായിരിക്കും നിങ്ങളുടെ തലയിലേക്ക് വരുന്നത്. ഇതിനൊക്കെ എന്ത് എവിഡൻസ് ആണുള്ളതെന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ തലയിലേക്ക് വരുന്നത്. എവിഡൻസ് ഞാൻ ഇപ്പൊ തരാം. ചാൾസ് ഹാപ്ഗുഡ് എന്ന് പറയുന്ന ഇദ്ദേഹം വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലെയിംസ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇദ്ദേഹത്തിന്റെ സ്റ്റഡീസ് മെയിൻ ആയിട്ട് പഴയ മാപ്പുകൾ ഉപയോഗിച്ചായിരുന്നു നടത്തിയിരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലായ കാര്യമാണ് അന്റാർട്ടിക്ക ഏകദേശം 1600-ഓളം കിലോമീറ്റർ സൗത്തിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള കാര്യം. ഇതൊക്കെ വളരെ എവിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതല്ലാണ്ട് അദ്ദേഹത്തിന്റെ തോന്നലൊന്നല്ല. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഇതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും വലിയൊരു സ്ഥലം 1600 കിലോമീറ്റർ സൗത്തിലേക്ക് എങ്ങനെയാണ് പോയെന്നുള്ളത്? അതിനുള്ള മറുപടി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗിസയിൽ കണ്ടുവന്ന ഗ്രേറ്റ് പിരമിഡ്സിന്റെ പ്രായം എന്ന് പറയുന്നത് ഒരു 4500-5000 വർഷങ്ങളാണെന്നാണ് നമ്മുടെ ഹിസ്റ്റോറിയൻസും ഈജിപ്ഷ്യൻസും ഒക്കെ പറയുന്നത്. പക്ഷേ അതിന്റെ യഥാർത്ഥ പ്രായം നമുക്ക് ഇതുവരെയായിട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഗ്രേറ്റ് പിരമിഡ്സിന്റെ മുന്നിലിരിക്കുന്ന സ്വിങ്സ് എന്ന് പേരുള്ള ഈ ഒരു പൂജ പോലത്തെ സംഭവത്തിന്റെ കാൽഭാഗത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം എവിഡന്റ് ആയിട്ട് വാട്ടർ ഇറോഷൻ നമുക്ക് കാണാൻ പറ്റും. ഇത് സംഭവിക്കാൻ കാരണം ഏകദേശം 11,500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലോകത്ത് നടന്ന വളരെയധികം കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള ഒരു സോളാർ ഫ്ലെയർ കാരണമാണ്. ആ കാലത്ത് നമ്മുടെ ഭൂമിയുടെ സർഫസിന്റെ 30% ഐസും കൊണ്ടാണ് നിറഞ്ഞിരുന്നത്. അപ്പൊ പെട്ടെന്ന് ഇത്തരത്തിലുള്ള സോളാർ ഫ്ലെയർ വരികയും അതിന്റെ റിസൾട്ടന്റ് ആയിട്ട് നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുകയും പെട്ടെന്ന് തന്നെ ഈ ഐസൊക്കെ ഉരുകി വെള്ളമാവുകയും ആ ഒരു വെള്ളത്തിന്റെ വാട്ടർ ഇറോഷൻ മാർക്കാണ് നമുക്ക് പിരമിഡ്സിന്റെ മുന്നിലുള്ള സ്ഫിങ്സിന്റെ കാലിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചതുകൊണ്ടായിരിക്കാം അന്റാർട്ടിക്ക ഈ ഒരു പൊസിഷൻ ഇതിന് വളരെ സ്പീഡിൽ തന്നെ സൗത്ത് പോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കാരണം. ഇതും കൂടാണ്ട് വേറെ വളരെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു തിയറിയാണ് ആസ്ട്രോയിഡ് തിയറി എന്ന് പറയുന്നത്.
ഏകദേശം 12,800 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിലത്തെ ടെമ്പറേച്ചർ വളരെ ഡ്രമാറ്റിക് ആയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അതായത് സോളാർ ഫ്ലെയർ സംഭവിക്കുന്നതിന് ഒരു 1000-1500 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു സംഭവം സംഭവിച്ചത്. ഇത്തരത്തിലുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് സംഭവിക്കാനുള്ള റീസൺ ഒരു ആസ്ട്രോയിഡ് ഇമ്പാക്ട് ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇത് ചെറിയ ആസ്ട്രോയിഡ് ഒന്നും ആവാൻ സാധ്യതയില്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ആയിരിക്കാനാണ് സാധ്യത. ഇതിന്റെ ഇമ്പാക്ട് മൂലം വളരെ അഗ്രസീവ് ആയിട്ടുള്ള ടെക്ടോണിക് പ്ലേറ്റ് ആക്ടിവിറ്റി നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം അന്റാർട്ടിക്ക ഈ ഒരു പോയിന്റിന് സൗത്ത് പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കാരണം, അത് ഒറ്റ രാത്രി കൊണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ കാരണം. നിങ്ങൾ എന്റെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ അറ്റ്ലാന്റിസ് എന്നുള്ള സിവിലൈസേഷനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ്ലാന്റിസ് ഇതേപോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞ ഒരു മേജർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ഇല്ലാണ്ടായി. അങ്ങനെ അറ്റ്ലാന്റിസിന് എന്താണ് സംഭവിച്ചത്? അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള സംഭവം തന്നെയാണ് നമ്മുടെ അന്റാർട്ടിക്കയിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ഒരു സിവിലൈസേഷൻ ഇല്ലാണ്ടാവുന്നത്. അതൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ എന്റെ മനസ്സിലുള്ള ഒരു സംശയം എന്താ പറയുക, 1531 ഈ ഒരു മാപ്പ്, അത് അന്റാർട്ടിക്ക മാപ്പിൽ വളരെയധികം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ മാപ്പ് ആരാണ് വരച്ചത്? ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും പ്രിസിഷനോടെ യാതൊരു ടൂളോ മെഷറിംഗ് എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സംഭവത്തെ മാപ്പ് ചെയ്യാൻ കഴിഞ്ഞത്? ആകാശത്ത് നിന്ന്, അതായത് ഏകദേശം ഒരു സാറ്റലൈറ്റ് വ്യൂ കിട്ടാണ് നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത്ര പ്രിസിഷനോടെ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ള ചോദ്യങ്ങളാണ് ശരിക്കും എന്റെ മനസ്സിൽ നിൽക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അറിയാൻ ശ്രമിക്കുക. കാരണം എനിക്ക് അതിനെപ്പറ്റി ശരിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇൻസിഡന്റ് ആണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്കയിൽ ഒരു TV ക്രൂ എത്തിപ്പെട്ടു. അന്റാർട്ടിക്കയിൽ ഒരുപാട് ഏൻഷ്യന്റ് ആയിട്ടുള്ള റെമിനിസൻസും ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് കണ്ടെത്തിയെന്നാണ് ശരിക്കും അവർ പറയുന്നത്. അപ്പൊ അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടെ എത്തിയത്. ഈ TV-കാരെല്ലാം ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അതിൽ പിന്നെ ഇവർ ആരെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒരാളെ പോലും നമുക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചാൽ എന്തായാലും നമ്മൾ അവർ അന്വേഷിച്ചിറങ്ങും. അപ്പൊ ഇതിനെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ടേപ്പ് റെക്കോർഡർ പോലത്തെ ഒരു സംഭവം നമുക്ക് കിട്ടി. ഈ റെക്കോർഡിന്റെ അകത്താവട്ടെ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ അത് അവർ പറയുന്നത് വളരെ ഏൻഷ്യന്റ് ആയിട്ടുള്ള വളരെ അതിമനോഹരമായിട്ടുള്ള സ്ട്രക്ചേഴ്സ് അവർ കാണുന്നുണ്ടെന്നും, അതായത് ഏൻഷ്യന്റ് ആയിട്ടുള്ള റൂയിൻസും കാര്യങ്ങളൊക്കെ അവർ കണ്ടുവെന്നും. പക്ഷെ ഇതിലേക്ക് അവർക്ക് കയറാൻ കഴിയുന്നില്ല. അതാണ് ശരിക്കും ആ റെക്കോർഡിനകത്തുള്ളത്. ആ TV ക്രൂവിനെ ഇതുവരെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. അവർ എവിടെ പോയത് ആർക്കും അറിയാൻ പാടില്ല. അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ഏൻഷ്യന്റ് സ്ട്രക്ചേഴ്സിനും ഒരു മീനിങ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ സ്ട്രക്ചേഴ്സും ഒരു പേർപ്പസ് സെർവ് ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. നമ്മുടെ ഈ ചാനലിൽ ഇടുന്ന ഇത്തരത്തിലുള്ള വീഡിയോസിലൂടെ ദൈവം എന്നുള്ള ഒരു കൾച്ചറിനെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഇതിന്റെ ഒറിജിൻ എന്താണ്, ദൈവത്തിന്റെ ഒറിജിൻ എന്താണെന്നുള്ളതിനെ തേടിയിട്ടാണ് ശരിക്കും ഞങ്ങൾ പോകുന്നത്. അതിനൊരു പാർട്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടൊരു വീഡിയോ. ഇതിന്റെ ഒരു സമ്മറി എന്ന് പറയുകയാണെങ്കിൽ, ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. നമുക്കറിയാൻ പാടില്ലാത്ത വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊരു സംഭവം നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുകയും ഈ ഒരു സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇല്ലാണ്ടായിപ്പോയി. ആ ഒരു ഇവന്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവരുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും നശിച്ചുപോയി. അതും കാലം മുന്നോട്ട് പോയപ്പോൾ അവരുടെ കൈവശമുള്ള എല്ലാ സംഭവങ്ങളും ഇല്ലാണ്ടായിപ്പോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. ആകെ ബാക്കിയുള്ളത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും സ്റ്റേബിൾ സ്ട്രക്ചർ എന്ന് വിശ്വസിക്കപ്പെടുന്ന പിരമിഡിക്കൽ സ്ട്രക്ചറാണ്. അതായിരിക്കും നമ്മുടെ ലോകത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാനും കഴിയുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞ ആ ഒരു ഏൻഷ്യന്റ് സിവിലൈസേഷന്റെ ഒരു ബാലൻസ് ആയിരിക്കും ഈ ഒരു പിരമിഡ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി ഈ ഏൻഷ്യന്റ് സിവിലൈസേഷൻസിന് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ കിട്ടിയത്? നമ്മൾ ഈ ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരു കൾച്ചർ, അതിന്റെ ഒറിജിൻ എന്താണ്? അതൊക്കെ നമുക്ക് എന്തായാലും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.